നമസ്കാരം. കുടി ഒഴിപ്പിക്കലിന്റെ വർഷമാണ് 2025. ഇതുവരെയുള്ള എല്ലാ വാർത്തകളും ആ രീതിയിലാണ്. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ പാർക്കുന്ന ഒരുപാട് പേരെ കുടിയൊഴിപ്പിക്കുകയാണ്. പ്രസിദ്ധമായ കാര്യമാണ്. അമേരിക്കയിൽ നിന്നും ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ വിവിധ രാജ്യങ്ങളിലെ ആളുകൾ അനധികൃത കുടിയേറ്റക്കാരെ കുടിയൊഴിപ്പിക്കുന്നു. ഇപ്പോഴിതാ കേൾക്കുന്നു, ബ്രിട്ടനിൽ നിന്നും ആളുകളെ കുടിയൊഴിപ്പിക്കുന്നു. അമേരിക്കയുടെ ചുവട് പിടിച്ചുകൊണ്ട് ബ്രിട്ടനിൽ നിന്നും ആളുകളെ കുടിയൊഴിപ്പിക്കുന്നു. ഇപ്പം ബ്രിട്ടനിൽ നിന്നും 800ഓളം പേരെ, ഇന്ത്യൻ വംശജരെ കുടിയൊഴിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ട്രംപ് ഈ പുതിയ അഡ്മിനിസ്ട്രേഷൻ, കെയർ സ്റ്റാർമർ അധികാരത്തിൽ വന്നതിന് ശേഷം, അതായത് ലേബർ പാർട്ടി ഗവൺമെന്റ് രൂപീകരിച്ചതിന് ശേഷം തന്നെ 19,000-ൽ പരം പേരെയാണ് കുടിയൊഴിപ്പിച്ചതായി ബ്രിട്ടീഷ് രേഖകളിൽ കാണുന്ന അനധികൃത കുടിയേറ്റക്കാരാണ്. വിദ്യാർത്ഥി വിസയിലും തൊഴിൽ വിസയിലും ഒക്കെ എത്തിപ്പെടുകയോ അല്ലാതെ നുഴഞ്ഞു കയറുകയോ ചെയ്യുകയും ലൈംഗിക കുറ്റകൃത്യങ്ങളിലോ മറ്റ് കൊലപാതകങ്ങളിൽ, മോഷണങ്ങളിൽ, പിടിച്ചുപറികളിൽ, മയക്കുമരുന്ന് വ്യാപാരത്തിൽ ഒക്കെ ഏർപ്പെടുന്ന ക്രിമിനൽ പശ്ചാത്തലം കൂടി ഉള്ളവരെയാണ് ബ്രിട്ടൻ ആദ്യഘട്ടത്തിൽ കുടിയിറക്കുന്നത്. അപ്പൊ അത് ബ്രിട്ടന്റെ ഭാഗത്തു നിന്നുള്ള കുടിയേറ്റ വിരുദ്ധത. അത് ലേബർ പാർട്ടി കുറച്ചുകൂടെ ലിബറൽ സമീപനം സ്വീകരിക്കുന്ന ഒരു പാർട്ടി ആണെങ്കിൽ പോലും, ലേബർ ഗവൺമെന്റ് പോലും കുടിയൊഴിപ്പിക്കലിനെ ഒരു വലിയ സാധ്യത കാണുന്നുണ്ട്. ഇതിനേക്കാൾ എല്ലാം പ്രധാനപ്പെട്ടതാണ് ഗാസയുടെ മണ്ണിൽ നിന്നും ഗാസയുടെ ഉടമസ്ഥരായ അവകാശികളായ പലസ്തീനിയൻ ജനതയെ കുടിയൊഴിപ്പിക്കുന്നത്. അതിനെ കുടി ഒഴിപ്പിക്കൽ എന്ന പദം ചേരുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ അവരുടെ പലായനം ഒന്നുകിൽ ഫോഴ്സ്ഡ് പലായനം, അല്ല എങ്കിൽ സ്വമേധയാ ഉള്ള പലായനം, അല്ല എങ്കിൽ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള പലായനം. ഈ 3 സാധ്യതകളെ കുറിച്ചാണ് ഈ വീഡിയോ. ട്രംപ് പറഞ്ഞു, നാളെ എന്താണ് സംഭവിക്കാനുള്ള സാധ്യത എന്നത് പ്രൊജക്ട് ചെയ്യുമ്പോൾ മാത്രമേ ഒരു വാർത്തയ്ക്ക് പ്രാധാന്യമുള്ളൂ. അല്ല എങ്കിൽ നമ്മൾ സംഭവിച്ച കാര്യത്തിന്റെ ഒരു പോസ്റ്റ്മോർട്ടം മാത്രമായിരിക്കും. അതുകൊണ്ട് എന്താണ് ഉടനടി പ്രതീക്ഷിക്കാനുള്ളത്, അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഗാസ നിവാസികളുടെ ഭാവി എന്തായിരിക്കും, അതേക്കുറിച്ചുള്ള ചിന്തകൾ പങ്കുവയ്ക്കാനായി ഈ വീഡിയോ ഉപയോഗപ്പെടുമെന്ന് കരുതുന്നു. 1. ഗാസയിലെ ജനങ്ങൾ സ്വമേധയാ മാറി പോവില്ല. അവർക്ക് പോകാനാവില്ല. അവർ ജനിച്ചു വളർന്ന മണ്ണാണ്. അവരുടെ പിതാക്കന്മാർ ചവിട്ടി നടന്ന മണ്ണാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി അവിടെ താമസിക്കുന്ന, തലമുറകളായി താമസിച്ചിരുന്നവരുടെ പിന്മുറക്കാരാണ് ഇപ്പോഴത്തെ ഗാസയിലെ 23 ലക്ഷം ആൾക്കാർ. അവർക്ക് മറ്റൊരിടത്തേക്കും പോകാൻ ഇടമില്ല. അവരെ ആരും സ്വീകരിക്കും എന്ന് നാളിതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ അവരെ ഇറക്കി വിടും എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ടുള്ളത് ഡൊണാൾഡ് ട്രംപ് ആണ്, അമേരിക്കൻ പ്രസിഡന്റ്. അവരെ ബലമായി ഇറക്കി വിടും, അത് ശുദ്ധീകരിക്കും, റീകൺസ്ട്രക്ട് ചെയ്യും. അത് അമേരിക്ക വില കൊടുത്ത് വാങ്ങും, അതിങ്ങെടുക്കും, സ്വർഗ നഗരമാക്കി മാറ്റും, റിവിയറാക്കി മാറ്റും. അതേസമയം അവരെ എങ്ങോട്ട് പോകണം എന്ന് ട്രംപ് കൽപ്പിച്ചു. ജോർദാൻ എന്ന രാജ്യത്തേക്കും അതുപോലെ ഈജിപ്ത് എന്ന രാജ്യത്തേക്കും പോകണം എന്ന് കൽപ്പിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ സ്വീകരിക്കില്ല. അപ്പോൾ പിന്നെ മറ്റ് രാജ്യങ്ങളാണ് ലക്ഷ്യം. അങ്ങനെയെങ്കിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു വെടിപൊട്ടിച്ചു. സൗദി അറേബ്യക്ക് ഒരുപാട് ഭൂമിയുള്ളതല്ലേ, അവിടേക്ക് പോയാൽ എന്താ കുഴപ്പം, അവിടെ ഒരു പലസ്തീൻ രാജ്യം സ്ഥാപിക്കട്ടെ എന്ന് പറയുമ്പോൾ, സൗദി മരുഭൂമിയിൽ ഒരു പലസ്തീൻ രാജ്യം സ്ഥാപിക്കാൻ സൗദി അറേബ്യക്കും കൂടെ താല്പര്യം ഉണ്ടാകണമല്ലോ, പലസ്തീൻ മക്കൾക്കും താല്പര്യം ഉണ്ടാകണമല്ലോ അവിടെ പോയി താമസിക്കാൻ. പ്രായോഗികമായ കാര്യങ്ങളല്ല ഇതൊന്നും തന്നെ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ആ മേഖലയ്ക്ക് പുറത്തു നിന്നുള്ള ആളുകളുടെ നിഗമനങ്ങളും നിരീക്ഷണങ്ങളും അത് കൂടി പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ ഈ ഉദ്യമം. അതിൽ പ്രധാനമായി വരുന്ന 3 പേരുകളുണ്ട്. ഗാസയിലെ ജനങ്ങൾ സ്വമേധയാ ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ചെറിയ പ്രേരണയാൽ, പ്രത്യേകിച്ച് അറബി രാജ്യങ്ങളുടെ പ്രേരണയാൽ. അറബി രാജ്യങ്ങളാണല്ലോ ഗാസയ്ക്ക് തുണയായി നിൽക്കേണ്ടത്, പലപ്പോഴും നിൽക്കാറില്ല എന്നത് വിധി വൈപരീത്യം. പക്ഷെ നിന്നാൽ 3 രാജ്യങ്ങൾ അല്ലെങ്കിൽ 3 പ്രദേശങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ഒന്ന്, കുറെ അകലെ സ്ഥിതി ചെയ്യുന്ന, വടക്കൻ ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന മൊറോക്കോ എന്ന രാജ്യമാണ്. സുന്നി രാജ്യമാണ്, അറബി രാജ്യമാണ്. വടക്കൻ ആഫ്രിക്കയിലെ അറബ് രാജ്യമാണ്. വടക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ, അങ്ങ് ഒരുപാട് പടിഞ്ഞാറോട്ട് പോകുന്നില്ല, പക്ഷെ എങ്കിലും യൂറോപ്പിന് തൊട്ട് തെക്ക് ഭാഗത്ത്, മധ്യധരന്റെ തെക്ക് സ്ഥിതി ചെയ്യുന്ന മൊറോക്കോ എന്ന രാജ്യം. പക്ഷെ മൊറോക്കോ എന്ന രാജ്യം അതേക്കുറിച്ചൊരു അഭിപ്രായം ഇവരെ സ്വീകരിക്കാം എന്ന ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. മൊറോക്കോയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ. കുറച്ചുകൂടി പ്രായോഗികമായ ഒരു ഇടം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുന്ന ഒരിടം, അതൊരു ഹൈപ്പോത്തറ്റിക്കലാണ് എങ്കിൽ പോലും
ആത്യന്തികമായി ഒരു പക്ഷേ പരിഗണിക്കാനാവുന്ന ഒരിടമാണ്. ഒരിടമല്ല, രണ്ടിടം. രണ്ടിടവും ഒരു രാജ്യത്തിന്റെ ഭാഗമായിരുന്ന സ്ഥലമാണ്. രാജ്യത്തിന്റെ പേര് സോമാലിയ. ദ ഹോൺ ഓഫ് ആഫ്രിക്ക എന്ന് പറയുന്ന കിഴക്കൻ ആഫ്രിക്കയിലെ മുനമ്പ്, അറബിക്കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു മുനമ്പാണ്. ആ മുനമ്പിന്റെ സൈഡിലൂടെയാണ് ബാബൽ മന്ദേബ് കടന്ന്, ആ കടലിടുക്കിലൂടെ കടന്നാണ് ചെങ്കടലിലേക്ക് അറബിക്കടലിൽ നിന്നും കപ്പലുകൾ പ്രവേശിക്കുന്നത്. ആ ഭാഗത്തൊക്കെ സൊമാലിയൻ കടൽ കൊള്ളക്കാരുടെ കേന്ദ്രമായിരുന്നു സെക്കോത്ര എന്ന ദ്വീപ്, അതിനു ചുറ്റുമുള്ള കടൽ കൊള്ള. ഇതൊക്കെ നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളുമായി തുടരുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ കടൽ കൊള്ളയ്ക്ക് ചെറിയ രീതിയിൽ ശമനമുണ്ടായിരിക്കുന്നു. കരയിലേക്ക് നോക്കുമ്പോൾ സോമാലിയയുടെ ലാൻഡ് ഇന്ന് 3ആയി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. സോമാലി ഫെഡറൽ ഡെമോക്രാറ്റിക് രാജ്യം അത് ഇന്ന് വളരെ ദുർബല അവസ്ഥയിലാണ്. അറിയപ്പെടുന്ന ഒരു ഭരണകൂടം പോലും അവിടെ ഇല്ല. എന്നാൽ 2 രാജ്യങ്ങൾ അല്ലെങ്കിൽ സോമാലിയയുടെ പ്രദേശങ്ങളായിരുന്ന ഒന്ന് സോമാലി ലാൻഡ് എന്ന് പറയുന്ന പ്രദേശം, വടക്ക് പടിഞ്ഞാറൻ പ്രദേശമാണ്. അതുപോലെ സോമാലിയയുടെ മറ്റൊരു പ്രദേശം പുന്റ് ലാൻഡ് എന്ന് പറയും. പുന്റ് ലാൻഡ് എന്ന് പറയുന്ന പ്രദേശം ചെറിയൊരു പ്രദേശമാണ്. സോമാലിയയുടെ 1/3 താഴെ മാത്രം പ്രദേശമുള്ള, എന്നാൽ കാര്യമായ വലിയ ജനസംഖ്യയൊന്നുമില്ലാത്ത, കേവലം ഒരു 46 ലക്ഷം പേരാണ് അവിടുത്തെ നിവാസികൾ. 1 കോടി പോലുമില്ല, 1/2 കോടി പോലുമില്ല. അപ്പൊ അത്രയും ആളുകൾ മാത്രം അധിവസിക്കുന്ന ഒരു രാജ്യം, തകർന്ന് തരിപ്പണമായി കിടക്കുന്ന രാജ്യമാണ്. കാര്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ആ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് ഒരു ആഗ്രഹമുണ്ട്. അന്താരാഷ്ട്ര സമൂഹം തങ്ങളെ ഒന്ന് ഏറ്റെടുത്ത് നട്ടു നനച്ചു വളർത്തിയാൽ തങ്ങൾക്ക് നന്നാകാമായിരുന്നു. അങ്ങനെയെങ്കിൽ വിസ്തൃതമായ പ്രദേശം, 347 സ്ക്വയർ കിലോമീറ്റേഴ്സ് മാത്രമുള്ള ഫലസ്തീൻ വളരെ ചെറിയൊരു കോൺക്ലേവ് ആണ്. ഫലസ്തീൻ അല്ല, ഗസ. പക്ഷേ അതിന്റെ 50 ഇരട്ടിയെങ്കിലും വലിപ്പമുള്ള ഒരു സ്ഥലമാണ് പുന്റ് ലാൻഡ്. അവിടേക്ക് ഈ ഗാസ നിവാസികളെ 23 ലക്ഷം പേരെ, ഈ 46 ലക്ഷം പുന്റ്ലാൻഡ് നിവാസികളുടെ ഇടയിലേക്ക് അവരോടൊപ്പം തന്നെ അധിവസിക്കാനായി വിട്ടുകൊടുത്താൽ, അവരും സുന്നി അറബി മുസ്ലിങ്ങളാണ്, വിട്ടുകൊടുത്താൽ എന്താവും എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ആദ്യഘട്ട ചിന്തയാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ അവർ പറയുന്ന സാധ്യത എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പുതിയ തുടക്കം കുറിക്കാൻ ഗാസയ്ക്കാകും. കാരണം വലിയ തോതിൽ ഇന്റർനാഷണൽ ഫണ്ടിങ്, അമേരിക്കയുടെ ഉൾപ്പെടെ ഫണ്ടിങ് ഉണ്ടാകും. ഈ ഒരു തലവേദന ഒഴിവാക്കാൻ വേണ്ടി സ്വല്പം തുക ചെലവഴിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ തയ്യാറാകും. ഒരുപക്ഷെ അറബ് രാജ്യങ്ങളും വളരെ വലിയ രീതിയിൽ തയ്യാറാകും. അപ്പം സ്വപ്ന സമാനമായ സാധ്യതകളാണ് അവിടെ ഒരുങ്ങുന്നത്. ഇത് സ്വീകാര്യമാവുമോ ഗാസ നിവാസികൾക്ക്? എന്റെ അഭിപ്രായത്തിൽ സാധ്യത വളരെ കുറവാണ്. ഇതേപോലെ തന്നെ ഒരു സ്ഥലമാണ് സോമാലി ലാൻഡ്. അതും സോമാലിയയിൽ നിന്നും കുറച്ചുകൂടി സോമാലിയൻ ഭരണകൂടത്തിൽ നിന്ന് മുൻപ് തന്നെ മോചനം നേടി ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായി നിലനിൽക്കുന്ന എത്യോപ്യ മാത്രമേ അവരെ അംഗീകരിച്ചിട്ടുള്ളൂ. അപ്പൊ ആ രാജ്യമാണ് സോമാലി ലാൻഡ്. ഇപ്പൊ ലോക രാജ്യങ്ങളുടെ അംഗീകാരം അവർ ആഗ്രഹിക്കുന്നു. അതിന് ഒരു വിട്ടുവീഴ്ച എന്ന നിലയിൽ ഈ അന്ത്രാളഘട്ടത്തിൽ പലസ്തീനിയൻ അഭയാർത്ഥികളെ അല്ലെങ്കിൽ ഗാസ നിവാസികളെ സ്വീകരിക്കാൻ അവരും തയ്യാറാണ്. ഒരുപക്ഷെ തയ്യാറാവും, ആണ് എന്നവർ പറഞ്ഞിട്ടില്ല, ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാം മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന ഗണത്തിൽപ്പെടാവുന്ന കാര്യമാണോ, അതോ ഇത് നാളെ നടപ്പാക്കാൻ ഒരു ഇന്റർനാഷണൽ ധാരണ ഉണ്ടാകുമോ? ആ ധാരണയുടെ പിന്നിൽ യുണൈറ്റഡ് നേഷൻസ് ആയിരിക്കില്ല, മറിച്ച് അറബ് രാജ്യങ്ങളും അമേരിക്കയും ഒരു ധാരണ പ്രകാരം തൽക്കാലത്തേക്ക് എന്ന രൂപത്തിൽ പലസ്തീനിയൻസിനെ അവിടെ നിന്ന് മാറ്റുന്നു. വെസ്റ്റ് ബാങ്കിൽ പലസ്തീനിയൻസ് തുടരും. ഗാസയിലെ ആളുകളെ പൂർണ്ണമായി മാറ്റിയതിനു ശേഷം അവർക്കായി ഒരു രാജ്യം തന്നെ, ഒരു പ്രദേശം തന്നെ വിട്ടുകൊടുക്കുന്ന രീതിയിലേക്ക് വരികയും ഗാസയെ ട്രംപ് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു സ്വപ്ന നഗരമായി മാറ്റിയെടുക്കുകയും ചെയ്യാനാവുമോ? ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷേ നടന്നു വരാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒരു ശാശ്വതമായ പരിഹാരം ആവശ്യവുമാണ്. ഒരു വ്യക്തമായ പരിഹാര പദ്ധതി, ഗാസ റീകൺസ്ട്രക്ഷൻ പ്ലാൻ അറബ് ലോകത്തിന് പറയാനായിട്ടില്ല. എന്തെങ്കിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡൊണാൾഡ് ട്രംപ് ആണ്. വ്യക്തതയൊക്കെ ഉണ്ട്, പക്ഷേ നടപ്പാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം മറ്റൊരുപാട് ഫാക്ടേഴ്സിനെ ആസ്പദമാക്കിയാണ്. അതുകൊണ്ട് ഇതിൽ ഏത് പദ്ധതി നടപ്പായാലും, അത് മൊറോക്കോയിലേക്ക് വിട്ടാലും അല്ല എങ്കിൽ സോമാലി ലാൻഡിലേക്ക് വിട്ടാലും പുന്റ് ലാൻഡിലേക്ക് വിട്ടാലും, അത് 2 ഫാക്ടേഴ്സിനെ ആസ്പദമാക്കിയിരിക്കുന്നു. ഒന്ന്, ഗാസ നിവാസികൾ, അവരെ ഇപ്പോൾ റെപ്രസെന്റ് ചെയ്യുന്ന ഹമാസ് അത് അംഗീകരിക്കണം. 2, ഈ വന്നിറങ്ങുന്ന രാജ്യങ്ങൾ പൂർണ്ണമായി അവരെ സ്വീകരിക്കണം. 3, അത് കുറച്ചുകൂടി എളുപ്പമുള്ള കാര്യമാണ്, അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും പണം അല്ലെങ്കിൽ ടെക്നോളജി എല്ലാം പമ്പിൻ ചെയ്യണം അവിടേക്ക്.
അങ്ങനെ അതൊരു മാതൃകാ രാജ്യമായി മാറണം. പക്ഷേ അവിടെയും ഒരു വലിയ അപകടമുണ്ട്. ആ സ്ഥലത്തിന്റെ പ്രത്യേകത നോക്കൂ. പുന്റ്ലാൻഡിന്റെയും സോമാലിലാൻഡിന്റെയും പ്രത്യേകത നോക്കൂ. ഇപ്പോൾ തന്നെ ബാബൽ മന്ദേബ് കടലെടുക്ക് വഴിയുള്ള ആ ചെങ്കടൽ യാത്ര വളരെ അപകടകരമാണ്. മറുപക്ഷത്ത് ഏഷ്യയുടെ ഭാഗത്തെ ആ മുനമ്പിന് തൊട്ട് വടക്ക് ഭാഗത്തെ യമനിലെ ഹൂതികൾ വലിയ സുരക്ഷാ ഭീഷണിയാണ് അമേരിക്കൻ, ഇസ്രയേലി, യൂറോപ്യൻ കപ്പലുകൾക്ക് നേരെ ഉയർത്തുന്നത്. ഇവരും അവരും കൂടെ രണ്ട് മുനമ്പിലും, ഹോൺ ഓഫ് ആഫ്രിക്കയുടെ രണ്ട് ഭാഗത്തും, ഹോൺ ഓഫ് ആഫ്രിക്കയിലും മറുപക്ഷത്ത് ഏഷ്യയുടെ ഭാഗത്തും നിന്നുകൊണ്ട് വളരെ അടുത്ത്, ഒരു പക്ഷേ നോക്കിയാൽ കാണാവുന്ന ദൂരത്തിൽ നിന്നുകൊണ്ട് ഇരു കൂട്ടരും വലിയ തോതിൽ ആ പ്രദേശത്തിന്റെ മേൽ അരക്ഷിതാവസ്ഥ കൂരിച്ചൊരിഞ്ഞാൽ ലോക വ്യാപാരത്തിന്റെ 20% കടന്നു പോകുന്നത് ചെങ്കടൽ മേഖലയിലൂടെയാണ്. അങ്ങനെ സൂയസ് കനാൽ കടന്ന് മധ്യധരണ്യാഴിയിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവുമോ ഇവർ? വീണ്ടും ആ പ്രദേശത്തെ പൂർണ്ണമായി ആയുധമണിയിക്കാൻ ശ്രമിക്കില്ലേ? അത് മാത്രമല്ല, അൽ ഖൈദയുടെയും IS-ന്റെയും പോരാളികൾ പലരും വന്നുപെട്ടത് ഈ പ്രദേശത്താണ്. സോമാലിയയുടെ അതൊരു ഫെയിൽഡ് സ്റ്റേറ്റ് ആയതുകൊണ്ടാണ്. സോമാലിയയുടെ വിവിധ പ്രദേശങ്ങളിൽ അവരെ ഫ്ലഷ് ഔട്ട് ചെയ്യാനായി ഈ അടുത്ത കാലം വരെ അമേരിക്ക നിരന്തരം വ്യോമാക്രമണം നടത്തിയിരുന്നു നമുക്കറിയാം. അതേ സ്ഥലത്തേക്കാണ് ഗാസയിൽ നിന്നും ഹമാസിന്റെ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ കൊണ്ടുവരുന്നത് എന്ന് പറയുമ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാവില്ലേ എന്ന ഒരു ചിന്ത മറുപക്ഷത്തുമുണ്ട്. ഇത് ചിന്തയായി നിൽക്കട്ടെ. അന്ന് 1948 ബാൽഫോർ ഡിക്ലറേഷൻ അനുസരിച്ച് രാജ്യം സ്ഥാപിക്കണം എന്ന നിർബന്ധം വന്നപ്പോൾ, അതായത് UK-യുടെയും ഫ്രാൻസിന്റെയും ഒക്കെ മാൻഡേറ്റ് വെസ്റ്റ് ഏഷ്യയിൽ അവസാനിച്ചപ്പോൾ, പ്രത്യേകിച്ച് ബ്രിട്ടന്റെ മാൻഡേറ്റ് 48 അവസാനിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഒരുപാട് പ്രപ്പോസൽസ് വന്നു. ഇസ്രയേലികളെ അധിവസിപ്പിക്കാൻ അർജന്റീനയിലോ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിലെ ഏതെങ്കിലും രാജ്യത്തോ, അല്ലെങ്കിൽ ആഫ്രിക്കയിലെ ഉഗാണ്ടയിലോ കെനിയയിലോ ടാൻസാനിയയിലോ ആ ഒരു പ്രദേശത്ത് ഈസ്റ്റ് ആഫ്രിക്കയിലെ ഏതെങ്കിലും ഭാഗത്തോ, അല്ലെങ്കിൽ അങ്ങ് കിഴക്കൻ ഏഷ്യയിലെ അല്ലെങ്കിൽ ഈസ്റ്റ് ഇൻഡീസിന്റെ ചില ഭാഗങ്ങളിലോ ഒക്കെ താവളങ്ങൾ മനുഷ്യൻ മനസ്സിൽ വെച്ചു. പക്ഷെ യഹൂദൻ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതൃഭൂമി അല്ലെങ്കിൽ മാതൃഭൂമി, സ്വന്തം ഭൂമി, പിതാക്കന്മാർ ചവിട്ടി നടന്ന മണ്ണ് തന്നെയാണ് പ്രധാനം. അത് 2000 വർഷം മുൻപ് പിതാക്കന്മാർ ചവിട്ടി നടന്ന മണ്ണിലേക്ക് 48 ജൂതന്മാർ പറന്നിറങ്ങി. അവിടെ തന്നെ ഉണ്ടായിരുന്നവർ വികസിച്ചു പന്തലിച്ചു, രാജ്യമുണ്ടായി. എന്നാൽ ഈ അടുത്ത സമയം വരെ, ഈ 2000 വർഷം ജൂതൻ വിട്ടുപോയതിനു ശേഷം അവിടെ മുഴുവൻ വാസമായ 2000 വർഷമായി താമസിച്ചിരുന്ന അറബി പലസ്തീനിയൻസിന് ഇപ്പോൾ വിട്ടുപോകാൻ പറയുന്നതിന് പിന്നിലെ യുക്തി എന്താണ്? അവരൊരിക്കലും അത് മാനസികമായി സമ്മതിക്കില്ല, ഉൾക്കൊള്ളില്ല. പക്ഷേ മറ്റ് പരിഹാരങ്ങളൊന്നും ആരും നിർദ്ദേശിക്കാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള പരിഹാരങ്ങളുടെ സാധ്യതകൾ വിലയിരുത്താനായി നമ്മൾ ഈ അവസരം ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു.